എനിക്ക് അവനെ കണ്ട് പിടിച്ചിട്ട് ഇടിക്കാൻ തോന്നുന്നേ. എന്താ അവനെ പിടിച്ച് നിനക്ക് അടിക്കാൻ തോന്നി പറഞ്ഞ കാരണം അവനവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അവസ്ഥയിലൂടെ അതുകൊണ്ട് വഴി കൂടെ പോകുന്ന വെക്കിട്ട് തരേണ്ട ആവശ്യമുണ്ടോ അവന്? കുഴപ്പമില്ല. അവന് അത് ആരുടെയെങ്കിലും മുഖത്ത് വെൻഡോട്ട് ചെയ്യണം. നിനക്ക് ദേഷ്യം വരും, നീ എൻ്റെ റേസിസ്റ്റ് ഒന്നും വിളിക്കേണ്ട. ചിലപ്പോൾ ചില ഇവിടുത്തെ ആൾക്കാരുടെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും അല്ല, നമ്മളതിന് വീഡിയോ എടുത്തില്ലല്ലോ. അതിന് മുന്നേ നമ്മളെ കണ്ടത് അവനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർ ഇവിടെ വീഡിയോ എടുത്ത് എല്ലാം വീഡിയോ എടുത്ത് അതുകൊണ്ട് എന്താണ്ടൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണോ? സോറി ഗൈസ്, അത് ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ശക്തമായി ഒന്നും മിണ്ടാതെ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ അപമാനിച്ചുകൊണ്ട് റേസിസ്റ്റ് ആയിട്ടുള്ള സംസാരമാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കേട്ടിട്ടാണ് എനിക്ക് ചൊറിഞ്ഞു കയറി വന്നത്. നല്ല രസമാണ് ഈ ഒരു ഏരിയ കാണാൻ തന്നെ. നമുക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നും എപ്പോഴും. അതെ, വിൻ്ററിലോ സമ്മറിലോ എപ്പോഴാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്രൗഡാണ് ഇവിടെ. കണ്ടോ, ചുമ്മാ ഒന്ന് സാറൊക്കെ തുണി നോക്കിയല്ലോ, ഒടുക്കത്തെ വില. ഞാനതുകൊണ്ട് സാറൊന്നും ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല ആക്ച്വലി. ഞാൻ മേടിച്ചു ഒന്നുകൂടി പറഞ്ഞേ. സാറായിരുന്നു ഞാൻ മേടിച്ചു തരാം. ഈ സാറേന്നാണോ അതോ വേറെ ഏതെങ്കിലും ഡ്യൂപ്ലി സാറേന്നാണോ? ഒന്ന് കട്ട് ചെയ്തേ. ഇല്ല, പറ. ഈ സാർ ഗോംച ഇവിടുത്തെ ബബിൾ ടീ നല്ലതാണ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് ഓഹയോ എന്ന് പറഞ്ഞിട്ട്, അവിടുത്തെ ഇതിലും നല്ലതാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് കൂടെ നടക്കണം, ഇതിൻ്റെ വേറെ സൈഡിലാണ്. ഈ രണ്ടെണ്ണമാണ് ഇവിടുത്തെ ബബിൾ ടീക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതും അടയ്ക്കാൻ പോകാൻ തോന്നുന്നു. അവർ ക്ലീൻ ചെയ്യുക. ഇവിടുത്തെ അതാണ് പ്രശ്നം. സ്ട്രീറ്റ് ഫുഡ്സും സാധനങ്ങളൊക്കെ സമയം ഇപ്പം എത്രയും 6:30 ആയതുള്ളൂ, എല്ലാം അടച്ചു. നമ്മൾ എവിടെ പോയി കഴിക്കും? അതല്ലാടി, ഇതിൻ്റെ അകത്ത് അതൊക്കെ അടച്ചു. അടയ്ക്കാത്ത ഏതെങ്കിലും ഉണ്ടോയെന്നാണ് നോക്കാം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അടച്ചെന്ന് എനിക്ക് തോന്നുന്നു. അവരിനി ക്ലീനിങ് പരിപാടികളൊക്കെയാണ് അവിടെ. ഒന്ന് പോയി നോക്കിയേക്കാം. ഇതുണ്ടോ, എല്ലാം ക്ലോസ്ഡാണ്. ക്ലോസ് ചെയ്യാത്ത ഇതെല്ലാം ഉണ്ടോ നോക്കാം. കണ്ടോ, അടച്ചു ഗൈസ്, അടച്ചു. ഒന്നുമില്ല, അതും അടച്ചതാന്നേ. ഇവരൊന്നും ഇനി എടുക്കില്ല ഓർഡറൊന്നും. എവിടെ ഫലാഫല് കണ്ടിട്ട് നല്ല സംഭവം, കഴിക്കാൻ തോന്നുന്നൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്തുവാ, ചീസ് സ്റ്റേക്സ്, ഫ്രൈസ്, ബർഗേഴ്സ്. അതും അവർ ക്ലീനിങ് ആടാ. ഈ മൺമണ്ണയിൽ പോയാൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തട്ടോ. അവിടെ കിടക്കുന്ന ദബ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബൺസിക്കിൽ പോയാലോ? ബൺസിക്ക് അവിടെ അതെന്തോ ജാപ്പനീസ് കടയും കണ്ട. ഞാൻ പോയിട്ടില്ല. ഫുഡ് ട്വിന്നിനൊക്കെ നോക്കിയ ചീസ് ബർഗറിനൊക്കെ 7 പോകും. lamb kebab sauce. കാച്ചു റാപ്സ്. ബിയർഡഡ് ഫീഡർ. ഓ, ഇതാണോ താടിയുള്ള ഇവിടുത്തെ ചേട്ടൻ? ബിയർഡഡ് ഫീഡർ. നല്ല ആംബിയൻസും നല്ല സ്മെല്ലും ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ വല്ലരുന്ന് ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിരുന്ന് കഴിക്കാം. പോർക്ക് ഫ്രാങ്ക്ഫർട്ടർ ഡോഗ് ഓണിയൻസ് കെച്ചപ്പ് ആൻഡ് മസ്റ്റാർഡ്. പിന്നെ ഡബിൾ ചീസ് ബർഗർ സലൂഡ് ലെറ്റർ. Sold out. Correct. ബട്ടർ ചിക്കൻ റൈസ്. കൊള്ളാമായിരിക്കുമോ?
താങ്ക് യു. അവിടെ പുറകെ പറഞ്ഞുണ്ടല്ലോ. താങ്ക് യു. താങ്ക് യു. നല്ല രസം കാണാൻ. ഞാൻ പറയാം, നമ്മൾ രണ്ട് ഒരുമിച്ചിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ക്യാമറ ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇവരുണ്ടാക്കുമല്ലോ. അവൻ തിന്നോണ്ടിരിക്കുക, അവന് തിന്നാനുള്ള കാശാണ് ഞാൻ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. അതെ നല്ല ബർഗർ. ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്മാഷ്ഡ് ഡബിൾ ചീസ് ബർഗർ. വീഡിയോയിൽ ഹായ് പറയാൻ പറയാം. ഇതെങ്ങനെയുണ്ട്? MCRൽ നമ്മൾ അവതരിപ്പിക്കുന്നു അടുത്ത ഐറ്റം. കണ്ടിട്ട് എനിക്ക് വലിയ പിടിച്ചില്ല കേട്ടോ. ബട്ടർ ചിക്കൻ. ഗുഡ്. അതിട്ട ഫീൽസ് വിയേർഡ്. അതല്ലെങ്കിൽ ഒരു ഫ്ലേവർ ഫ്രൈസിൻ്റെ കൂടെ കയ്യിൽ ദീപം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ദീപം കയ്യിൽ സന്ധ്യ ദീപം. എന്താണിത്? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇച്ചിരി നീട്ടി അടിച്ചൂടെ? പുറകിലിരുന്ന് പുള്ളി അത് ശരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും ഞങ്ങൾക്ക് മുന്നോട്ട് പുതിയ പുതിയ വീഡിയോസ് ഇടാനും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ പോകാനും പ്രചോദനമാകുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ